ഹായ് ഓൾ. ഗൂഗിൾ ആഡ്സ് എങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സെർച്ച് എഞ്ചിനിൽ നമ്മളെ ആഡ് എങ്ങനെ വരുന്നത്, ബിസിനസ് ഓണേഴ്സിന്റെ ആഡുകൾ. അതായത് നമുക്കിതിൽ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വരുന്നത് എങ്ങനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. എല്ലാ മൊബൈൽ വീഡിയോയും ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ വീഡിയോ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ക്യാമ്പയിൻ എടുത്തു. ഫസ്റ്റ് ഇവിടെ ക്യാമ്പയിനിൽ ഞാൻ സക്സസ് ട്രേഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഒരു URL ആണ്. ഓക്കെ, ഇത് യൂട്യൂബ് വീഡിയോയുടെ URL കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി ഷോർട്ട് വീഡിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നല്ലോ, ഇത് കൊടുത്തു. സെർച്ചിലാണോ കാണിക്കുന്നത്, അത് അതർ ക്യാമ്പയിൻ ആണോ? അതർ ക്യാമ്പയിൻ മീൻസ് ഉദ്ദേശിച്ചത് ഈസി ടു യുവർ പ്ലാറ്റ്ഫോം ടൈലർഡ് സ്മോൾ ബിസിനസ്. അതായത് പല പല രീതിയിൽ കാണിക്കുന്ന സംവിധാനം ഉണ്ട്. അതിലാണോ നമ്മളിപ്പോൾ സെർച്ചിലുള്ള കാര്യമാണ് ഇപ്പോൾ പറയണത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉള്ള വീഡിയോ വേറെ വരും. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കാര്യം ശ്രദ്ധിക്കാണ്ട്, ഈ ഗൂഗിൾ ആഡ്സ് കൊടുക്കുമ്പോൾ മിനിമം ഒരു 500 to 1000 ഉള്ളിൽ കൊടുക്കണം. കീവേഡ്സ് കൂടുന്തോറും നമ്മുടെ ഇതിന്റെ കുറച്ച് റിസ്ക് കൂടുതലാണ്. അതായത് ഈ 7 ദിവസത്തേക്കാണ് ഇത് പോവുക. അപ്പൊ അതിന്റെ ഒരു ഇത് കൂടുതലാണ്. അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്യാം. ക്രിയേറ്റ് യൂട്യൂബ്, യെസ്, ഇതൊക്കെ യൂട്യൂബിനെ സംബന്ധിച്ചിട്ടാണ് കൊടുത്തത്. ഞാൻ 1-2 ഡിലീറ്റ് ചെയ്തു. ഓക്കെ, കുറേ ഉള്ള കാരണം ഞാൻ വലിയൊരു വർക്ക് കൊടുത്തതാണ്. നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് സ്റ്റാർട്ട് യുവർ 5 ഹെഡ്ലൈൻസ് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഹെഡ്ലൈൻസ് എങ്ങനെ എടുക്കുക? ഓക്കെ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3 ഹെഡ്ലൈൻസ്, 2 ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ AI ഉപയോഗിക്കണം. ചാറ്റ് GTPയിലേക്ക് പോവാം. മലയാളത്തിൽ അടിച്ചാൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ മൂന്ന് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ മതി. 3 ഹെഡ്ലൈൻസ്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഇത് ചോദിക്കണതിന്റെ AI എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിന്റെ കറക്റ്റ് സാധനം ഉണ്ടാവും. അത് നിങ്ങൾക്ക് കാലം ഇതൊന്ന് AI കംപ്ലീറ്റ് എങ്ങനെയാണ് ബിസിനസ്സിൽ കൊണ്ടുവരാന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, തൽക്കാലം നിങ്ങൾക്കൊരു ഇതിൽ 30 പാടില്ല, 48 ഉണ്ട്. അതാണ് പ്രശ്നം. നിങ്ങളുടെ ബിസിനസ് ഡിജിറ്റലിൽ നിന്ന് ഒഴിവാക്കും. വിജയം സമ്മാനിക്കുന്നത് മാത്രമായി. എന്താണോ? അപ്പൊ 41 കൂടുതലാണ്. അത് വേറെ നോക്കണം. നമുക്ക് 30 എണ്ണത്തിൽ ഒതുങ്ങണ ചെറുത് നോക്കാം. ഓക്കെ, അതെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ വരുമാനം ഇരട്ടിയാക്കും. അത് നോക്കി കൊടുത്ത് നോക്കി നോക്കാം. അതും കൂടുതലാണ്. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് 3 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഡിജിറ്റൽ വേൾഡ് എന്നുള്ളത് അങ്ങനെ 3 കൊടുക്കണം. ഡിജിറ്റൽ ബിസിനസ് എന്നും കൊടുക്കാം. മനസ്സിലാൻ വേണ്ടി കൊടുക്കട്ടോ. ബിസിനസ്. ഓക്കെ, ഈ ഡെസ്ക്രിപ്ഷൻ നമുക്ക് 90 വരെ വരാം. ഓക്കെ, 90 വരെ നമുക്ക് വരാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചാറ്റ് GTPയിൽ പോവാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ AI ആണ് കറക്റ്റ് ഉപയോഗിക്കുന്നത്. AI ഉപയോഗിക്കുമ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ AI ചാറ്റ് GTP പറഞ്ഞുതരും. ഓക്കെ, അത് അടിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പോലെ ഉണ്ട് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അന്ന് ഒരു 90 വേർഡ്സ് അതിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അല്ലാണ്ട് ഇതന്നെയല്ല കൊടുക്കല്ല. ഇതെന്താണ് ഇതിന്റെ ചാറ്റ് GPT എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുള്ള വ്യക്തമായൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വന്നു, അത് കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കാണിച്ചു തരാനാണ്.
അപ്പോൾ അതിൻ്റെ 90 മേലെയാണ്. അപ്പോൾ കുറച്ചിട്ട് തൽക്കാലത്തേക്ക് 2 ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാനാണ്. അതിൽ നമ്മൾ ബാക്ക് അടിച്ചിട്ട് അത് 2 ഒരേപോലെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്ററും സൈഡിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ ബാക്ക് അടിക്കുകയാണ്, ഡിലീറ്റ് ചെയ്തിട്ട് വരികയാണ്. ഓക്കെ, അങ്ങനെ അതും കൊടുത്തു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഇതിൽ വന്നേക്കണ്ടേ ക്ലിക്സ് വേണോ, അതായത് സെലക്ട് ബിറ്റ് സ്ട്രാറ്റജി. അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരുപാട് വരും. കോൺവെർസേഷൻ വാല്യൂ, ക്ലിക്ക്, അതർ ഒപ്റ്റേഷൻ, ആണ് കോൺവെർസേഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമ്മളതിന് ഡയറക്റ്റ് ഒരു ലിങ്കിങ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഇവിടെ കോൺവേർഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് കൂടുതലാണ് കേട്ടോ. ക്ലിക്സിന് അധികം എമൗണ്ട് വരില്ല, പക്ഷേ കോൺവെർസേഷന് കുറച്ച് ഇത് കൂടുതലാണ്. പിന്നെ ഇവിടെ ലാംഗ്വേജിൻ്റെ, ലൊക്കേഷൻ, നെറ്റ്വർക്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഗോൾ എടുത്തു. ഗോളിൽ നമ്മൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സബ്മിറ്റ് എ ലീഡ് ഫോം. അതായത് അതിൽ ലീഡ് ഫോം ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ആ ലീഡ് കിട്ടും നമ്മുടെ ഗൂഗിൾക്ക്, അല്ല നമ്മുടെ ഇമെയിലിലേക്ക് വരും. ആ ഒരു സെറ്റപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഡണ്ണ് കൊടുത്തു. ഡണ്ണ് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിൽ ലൊക്കേഷൻ ഞാൻ കേരളമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള നിങ്ങൾ എവിടെയാണ് ടാർഗറ്റ്, ദോഹ അല്ലെങ്കിൽ GCC രാജ്യം എവിടെ വെച്ചെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ കേരളമാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ അതായത് കീവേഡ്സ് കൂടുന്തോറും എമൗണ്ട് കൂടും ഗൂഗിൾ ആഡ്സ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്കിന് ഇത് 2 മതി, അതിൽ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നെറ്റ്വർക്കിൽ അമർത്തുക, അതിൽ അമർത്തിയിട്ട് ഒന്നും കൂടി ബാക്ക് പോയാൽ മതി. ഓക്കെ, പിന്നീടുള്ളത് നമ്മൾ മലയാളം, ഇംഗ്ലീഷിലാണ് നമുക്ക് എടുക്കുന്നത്. അത് മലയാളത്തേക്ക് മാറ്റണം. ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളത്തേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് അതും നമുക്ക് സാധ്യമാവും. അങ്ങനെ മലയാളം ഇതാക്കിയിട്ട് ഡണ്ണ് കൊടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ 12 to 12 മതി ഷെഡ്യൂൾ ടൈം. അതിൽ വലിയ 24 hours കൊടുത്തു. കാരണം ഇനി പേര് മാറേണ്ട മറ്റേ നെയിമിന് ഫസ്റ്റ് കൊടുത്ത നെയിമിന് കൊടുത്താൽ മതി. ഓക്കെ, ഗോൾ കൊടുത്തു. പിന്നെ ഗൂഗിൾ ആഡ്സ് എൻഡ് ഡേറ്റ് 18-ാം തീയതി ഇന്നലെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരാഴ്ചയെങ്കിലും തോന്നണം. 20 കൊടുത്തു, ഒരാഴ്ച കൊടുത്താലാണ് അതിന്റെ റിസൾട്ട് ഉള്ളൂ. ഓക്കെ, അത് നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത വരെ ബഡ്ജറ്റാണ്. ഏകദേശം 6000 രൂപയാണ് ഇവര് പറയുന്നത് ബഡ്ജറ്റ് വരുന്നത്. ഒരു വീക്ക് 48,000 ആളുകൾ കാണും. 6000 രൂപയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് വേണ്ട ഒരു 1000 സെലക്ട് ചെയ്യാം. നിങ്ങൾ ഒരു 1000 രൂപയ്ക്ക് അടിക്കുക. 1000 രൂപയ്ക്ക് ചെയ്തു. ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ നല്ല ഫണ്ട് ചെലവുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതിനാണ് വരിക. ഓക്കെ, കൺഗ്രാജുലേഷൻസ് ആയി. ക്യാമ്പയിന് 24 മണിക്കൂറിന്റെ ഉള്ളിൽ ആവുന്നതാണ്. ക്യാമ്പയിൻ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളതാണ് സെർച്ച് ക്യാമ്പയിൻ. ആഡ്സിന്റെ സെർച്ച് ക്യാമ്പയിൻ ആണ്. ഇമെയിൽ വന്നു, മെസ്സേജ് വന്നു, നമ്മുടെ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മെസ്സേജ് വന്നു. 24 മണിക്കൂറിൽ ഓപ്പൺ ആവും. ഓക്കെ, അതെല്ലാം ലാപ്ടോപ്പിൽ ആഡ്സിന്റെ വീഡിയോ വരും. ഓക്കെ, താങ്ക് യു.